ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് BS6 ഹോണ്ട ഡിയോ എഞ്ചിൻ ഓയിൽ ചേഞ്ചും ഗിയർ ഓയിൽ ചേഞ്ചുമാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് കാസ്ട്രോളിൻ്റെ 5W30 സ്കൂട്ടർ എഞ്ചിൻ ഓയിലാണ്. അതുപോലെ തന്നെ ഗിയർ ഓയിൽ മാറാനായിട്ട് 80W90, അതും കാസ്ട്രോളിൻ്റെ തന്നെയാണ്. പിന്നെ നമ്മളിത് അഴിക്കാൻ വേണ്ടി 12-ൻ്റെ ഒരു ബോക്സ് നമുക്ക് വേണം. ബോക്സിൻ്റെ കൂടെ അത് അഴിക്കാനുള്ള ലിവറും പിന്നെ ഈ പഴയ ഓയിൽ പിടിക്കാൻ ഒരു ഡപ്പയും നമുക്ക് വേണം. 12-ൻ്റെ ബോക്സ് ഉപയോഗിച്ച് ഡ്രെയിൻ ബോൾട്ട് ഇത് കണക്ക് ലെഫ്റ്റിലോട്ട് തിരിച്ച് ഊരിയെടുക്കുക. ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ കൊണ്ട് ഊരിയെടുക്കാൻ സാധിക്കും. കൈ കൊണ്ട് ഊരിയെടുത്താൽ ഉടനെ നമ്മൾ പഴയ ഓയിൽ ഡപ്പയ്ക്കകത്ത് ഇങ്ങനെ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, വണ്ടിയുടെ സെൻറ്റർ സ്റ്റാൻഡ് വലത് ഭാഗത്ത് ഒരു ചെറിയ കട്ട ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചാലുള്ള ഉപയോഗം ഓയിൽ മൊത്തവും പുറത്ത് വരുന്നതായിരിക്കും. അതിനുശേഷം ഗിയർ ഓയിൽ മാറ്റാനായി ഗിയർ ഓയിലിൻ്റെ ബോൾട്ടും നമ്മൾ ഇത് കണക്ക് ലെഫ്റ്റിലോട്ട് കറക്കി ഊരിയെടുക്കുക. അത് ലൂസായി കഴിഞ്ഞാൽ കൈകൊണ്ട് നമുക്ക് സുഗമമായിട്ട് ഊരിയെടുക്കാം. അപ്പോഴും ഓയിൽ ഇതുപോലെ വരുന്നതായിരിക്കും. അതിനുശേഷം അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് അടുത്തൊരു 12-ൻ്റെ ഒരു ബോൾട്ടും കൂടെ കാണാം. അത് അഴിച്ചെടുക്കണം. കാര്യം ഇത് അഴിച്ചെടുത്തതിൻ്റെ ആ ഹോള് വഴിയാണ് നമുക്ക് ഗിയർ ഓയിൽ അകത്തേക്ക് ഫില്ല് ചെയ്യാനുള്ളത്. എൻജിൻ ഓയിൽ മൊത്തം വാർന്നു പോയതിന് ശേഷം എൻജിൻ ഓയിലിൻ്റെ ഡ്രെയിൻ ബോൾട്ടുള്ള ഭാഗം ഭംഗിയായി തുടച്ച് വൃത്തിയാക്കുക, ബോൾട്ടും വൃത്തിയാക്കുക. അതിനുശേഷം വലത്തോട്ട് കറക്കി അത് ടൈറ്റ് ചെയ്യുക. ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഓവറായിട്ട് ടൈറ്റ് ചെയ്താൽ അതിൻ്റെ ത്രെഡ് പോകും. സൂക്ഷിച്ച് ചെയ്യുക. ചെറിയൊരു ഹാൻഡ് ടൈറ്റ് മാത്രം മതി. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഗിയർ ഓയിലിൻ്റെ ഡ്രെയിൻ ബോൾട്ട് സൂക്ഷിച്ച് ടൈറ്റ് ചെയ്യുക. ഹാൻഡ് ടൈറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതും വലത്തോട്ട് തന്നെയാണ്. ഇതും ഓവറായിട്ട് ടൈറ്റ് ചെയ്താൽ ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓയിൽ ടിന്നെടുക്കുക. അതിൻ്റെ സീൽ ഇത് ഇങ്ങനെയാണ് പൊട്ടിക്കുന്നത്. സീല് പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ ക്യാപ്പിൽ പിടിച്ച് മുകളിലേക്ക് വലിക്കുക. വലിച്ചതിന് ശേഷം ഓയിൽ സ്റ്റിക്ക് ക്യാപ്പ് ലെഫ്റ്റിലോട്ട് കറക്കി ഊരിയെടുക്കുക. അതിനുശേഷം ഓയിൽ അകത്തേക്ക് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്യുക. അതിനുശേഷം സ്റ്റിക്ക് വീണ്ടും ഇട്ട് പുറത്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിരൽ വെച്ചേക്കുന്ന ഈ ഒരു ലെവലിൽ മാത്രമേ ഓയിൽ വരാൻ പാടുള്ളൂ. അതിന് മേളിലോട്ട് ഒഴിക്കാൻ പാടില്ല. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഗിയർ ഓയിൽ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ 12-ൻ്റെ ഒരു ബോൾട്ട് ഊരിയെടുത്തില്ലേ, ആ ഹോൾ വഴിയാണ് ഇത് പ്രസ് ചെയ്ത് ഓയിൽ തള്ളിയകത്ത് കയറ്റണം. ഫുള്ളായതിന് ശേഷം ഓയിൽ റിട്ടേൺ വരും. റിട്ടേൺ വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യണം. ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. ചെറിയൊരു ഹാൻഡ് ടൈറ്റ് മാത്രം മതി. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. റേസ് ചെയ്യരുത്. കുറച്ച് നേരം സ്ലോ സ്പീഡിൽ നിർത്തുക. കിലോമീറ്റർ നോട്ട് ചെയ്യുക. BS6 വണ്ടിക്ക് കമ്പനി പറയുന്നത് 5W30 എഞ്ചിൻ ഓയിലാണ്. എഞ്ചിൻ ഓയിൽ മാറേണ്ട കിലോമീറ്റർ 5000 to 7000 ഇതിനകത്ത് ഓയിൽ മാറണം. എൻ്റെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും താങ്ക്സ്.